എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത്? 1 year എക്സ്പീരിയൻസ് 10 times ആണെന്ന് പറയാറുണ്ട്. പല കമ്പനികളും പല ബിസിനസ്സും പറയാറുള്ളത് 10 വർഷം 15 വർഷം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ ബിസിനസ്സിൽ അവർ ആദ്യ വർഷം ചെയ്ത് വിജയിപ്പിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷം 15 വർഷം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ബിസിനസ്സിന് ധാരാളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും പലപ്പോഴും പല ബിസിനസ്സുകളും ക്ലോസ് ചെയ്യാനുള്ള റീസൺ അവർ പിവോട്ടിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് പിവോട്ടിംഗ്? എന്തുകൊണ്ടാണ് ആമസോൺ ഒരു വലിയ സമ്പന്നമായ കമ്പനിയായിട്ട് മാറിയത്? അവർ പിവോട്ടിംഗിലേക്ക് മാറി. പിവോട്ടിംഗ് എന്ന് പറയുമ്പോൾ അവർ വേറെ കുറെ പ്രൊഡക്റ്റുകൾ അവർ സെയിം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് സെല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ വർഷങ്ങളിലും പല പല പ്രൊഡക്റ്റുകൾ അവർ അവരുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവന്ന് ഇന്ന് അവർ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് മാറി. നിങ്ങളുടെ ബിസിനസ്സും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് അതിന്റെ ഗ്രോത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം. പിവോട്ടിംഗ് ചെയ്യാത്ത കമ്പനികൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാൻ മാത്രമേ പറ്റൂ. എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് കുറേ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ഒരു സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമാണ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. താങ്ക് യു.